നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. മുംബൈ ഇന്ത്യൻസിനെ രണ്ടാം മത്സരത്തിലും പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഹാരിസ് നെന്മാറ, ഒപ്പം ദിമിൻ മാനന്തവാടി. ഹാരിസ്, മുംബൈ അതായത് പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തായി, ഒരു രേഖാമൂലം ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. കാരണം ഇപ്പോൾ 9 മത്സരങ്ങൾ കഴിഞ്ഞു, 2-2 വിജയം, 4 പോയിൻ്റാണുള്ളത്. ശേഷിക്കുന്ന 5 മത്സരം വിജയിച്ചാൽ പോലും 10+4 14 പോയിൻ്റ് ആവുകയുള്ളൂ. എന്താണ്? അതെ, വെന്റിലേറ്റർ ഒന്ന് എടുത്താൽ മതി. എന്താണ് മുംബൈക്ക് സംഭവിക്കുന്നത്? അതിൽ വലിയ ചർച്ചകൾക്കൊന്നും സ്കോപ്പ് നിലനിൽക്കില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഹോട്ട് ഫേവറേറ്റുകൾ ആരാണ് എന്ന ചോദ്യത്തിന് ആരാധകരും പിന്നെ ക്രിക്കറ്റ് പണ്ഡിറ്റുകളും വിശാരദരും ഒക്കെ മറുപടി പറഞ്ഞിരുന്ന മറുപടികളൊന്ന് മുംബൈ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവരുടെ പ്ലെയേഴ്സ് മുഴുവൻ ലോകകപ്പിൽ നന്നായി പെർഫോം ചെയ്ത് വരുന്ന പ്ലെയേഴ്സാണ്. സോ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കാൻ അവരായിരിക്കും ഏറ്റവും അധികം പ്രതിസന്ധികൾ അനുഭവിക്കുക എന്നതായിരുന്നു. RCBയെ കുറിച്ച് നമ്മളിത് പറഞ്ഞിരുന്നു. മറ്റു പല ടീമുകളെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രതിഭാധാരാളിത്തം ഒരു പ്രതിസന്ധിയായി പറഞ്ഞിരുന്നെങ്കിലും മുംബൈയെക്കുറിച്ച് അതൊരല്പം കൂടുതലായിട്ടാണ് നമ്മളിത് പറഞ്ഞിരുന്നത്. പക്ഷേ അത് തന്നെയായിരുന്നു അവിടുത്തെ പ്രതിസന്ധിയും. ഈ ലോകകപ്പിലൊക്കെ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്മാരൊക്കെ ഒരു ഒറ്റയടിക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഡൗൺ ആവുന്നതാണ് നമ്മൾ കണ്ടത്. അറ്റ് സെയിം ടൈം ഇന്നലെയും നമ്മളത് തന്നെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നു ചെന്നൈ ഈ സീസണിൽ അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ ഡെലിവറി ചെയ്തൊരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിലേക്ക് കിടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റിയാൻ റിക്കിൾട്ടൺ നല്ല ഫോമിൽ നിൽക്കുന്ന സമയമാണ്. റിയാൻ റിക്കിൾട്ടൺ 7 സിക്സറോളം മുംബൈ മൊത്തത്തിൽ 7 സിക്സറുകളോളം പവർ പ്ലേ സമയത്ത് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതെ, അതിൽ 5 റിക്കിൾട്ടൻ്റെ വകയാണ്. പക്ഷേ ഈ പവർ പ്ലേ ഓവറുകളിൽ 19 ബോൾ ഡോട്ട് ബോൾസ് ആണ്. ആരൊക്കെയാണ് ഈ ഓവറുകൾ എറിയുന്നത് എന്ന് ആലോചിക്കണം. അൻഷുൽ കാംബോജ് അൺക്യാപ്ഡ് പ്ലെയറാണ്. പിന്നെ മുകേഷ് ചൗധരി അൺക്യാപ്ഡ് പ്ലെയറാണ്. പ്രശാന്ത് വീറിനെ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് അഖിൽ ഹുസൈൻ ഇല്ലാത്ത കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ശരിക്കും വരിഞ്ഞു മുറുക്കിയത് അഖിൽ ഹുസൈനാണ്. അഖിൽ ഹുസൈൻ ഇല്ലാത്ത ഈ സമയത്ത് ഗെയ്ക്വാദ് ശരിക്കും ഞെട്ടിച്ചത് ആ തീരുമാനം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലെഫ്റ്റ് ആയ റിക്കിൾട്ടന് മുമ്പിൽ ലെഗ് സ്പിന്നറായ പിന്നെ അതും അത്ര പരിചയമൊന്നുമില്ലാത്ത പ്രശാന്ത് വീറിനെ ഇട്ട് കൊടുക്കുന്നത് ആ ഓവറിൽ 3 6 അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റിക്കിൾട്ടൺ അപ്പുറത്ത് സ്കോർ ഉയർത്തിയത് ഇങ്ങനെയാണ്. അപ്പോഴും അൻഷുൽ കാംബോജും മുകേഷ് ചൗധരിയൊക്കെ നല്ല എക്കോണമിയിലാണ് പവർ പ്ലേയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഇതിൽ പിന്നെ ചെന്നൈ നിരയിൽ ഈ സീസണിൽ എടുത്തു പറയേണ്ട പേരുകളിലൊന്നാണ്. ബാറ്റർമാർക്കിടയിൽ നമുക്ക് പലരുടെ പേരുകളും പിന്നെ പറയാൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. പലരും ഇൻകൺസിസ്റ്റൻസിയിലാണ്. ഋതുരാജ് ഗെയ്ക്വാദ് ഫസ്റ്റ് മുതൽ അദ്ദേഹം സ്ട്രഗിൾ അനുഭവിച്ചിരുന്നു. സഞ്ജു ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ സഞ്ജുവിന് പിഴച്ചിരുന്നു. പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അൻഷുൽ കാംബോജ് എന്ന പേര് നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവും. ഒന്ന് പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും. ഈ സീസണിൽ ഡെത്ത് ഓവറിൽ ഏറ്റവും മികച്ച എക്കോണമിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളറാണ് അൻഷുൽ കാംബോജ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഈ സീസണിൽ ഡെത്ത് ഓവറുകളിൽ എടുത്തിട്ടുള്ള ബോളറാണ് അൻഷുൽ കാംബോജ്. പർപ്പിൾ ക്യാപ് ലിസ്റ്റിൽ ആ പേര് ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് ലോകോത്തര ബോളർമാർ മുഴുവൻ നിലനിൽക്കുന്ന IPL അൻഷുൽ കാംബോജിനെ പോലെ ഒരു മനുഷ്യൻ പവർ പ്ലേയിൽ, അതായത് ഈ സീസണിൽ നമ്മൾ ബാറ്റർമാരെക്കാൾ അധികം ബോളർമാരെ കണ്ടെത്തിയ ഒരു സീസണാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പല ടീമുകളിലും അൺക്യാപ്ഡ് പ്ലെയേഴ്സായ പുതിയതായി അവതരിപ്പിക്കപ്പെട്ട ബോളർമാർ. അൻഷുൽ കാംബോജിനെ കുറിച്ചൊന്നും ശരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സീസണിൽ ചിലപ്പോൾ ചെന്നൈയുടെ മൊത്തം റിതം, അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കരുത്ത്, ഖലീൽ അഹമ്മദൊക്കെ ഇടക്കാലത്ത് പിന്നെ ടീമിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായ ഒരു സീസണിൽ പോലും അൻഷുൽ കാംബോജ് അവരെ മുന്നിൽ നയിക്കുന്നു എന്താണ് നമ്മൾ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ പിന്നെ തിലക് വർമ്മയും സൂര്യകുമാർ യാദവ് പുറത്തായപ്പോൾ വിക്കറ്റുകൾ ഇങ്ങനെ ഓരോന്ന് വീണ് പോയപ്പോഴും 11 ഓവറിൽ പിന്നെ മുംബൈ 100-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അടുത്ത 9 ഓവറിൽ 200-ലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്കോറായിരുന്നു അത്. നമൻധീർ അവിടെ നിൽക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ പോലുള്ള ബാറ്റർമാർ വീണ്ടും വരാനുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കെ തന്നെ അൻഷുൽ കാംബോജ് 16 മുതൽ 20 വരെയുള്ള ഓവറുകളിൽ അൻഷുൽ കാംബോജിൻ്റെ പ്രകടനം എടുത്ത് പറഞ്ഞാൽ മതിയാവും. മുംബൈയിൽ ഡെലിവറി ചെയ്യാതെ പോകുന്ന മനുഷ്യന്മാരിൽ സൂര്യകുമാർ യാദവിനെ എടുത്ത് പറയണം, ഹാർദിക് പാണ്ഡ്യ എടുത്ത് പറയണം. വലിയ പരാജയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ. അവർ ഭയങ്കര പ്രതീക്ഷയോടെ പിന്നെ വന്നൊരു സീസണിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാർ, സൂര്യകുമാർ യാദവിനെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ആകെ ഈ വർഷങ്ങൾക്കിടയിൽ ഒരു കിവി സീരീസ് അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ചൊരു നല്ല വർത്തമാനം നമുക്ക് പറയാനില്ല. അത് തുടരും. ഇന്നലെ കുറച്ചുകൂടി നമ്മൾ ടച്ച് ഉണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ അവിടെ അദ്ദേഹം പുറത്താവുന്നു. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് പോലും രാമകൃഷ്ണ ഘോഷാണ്. ഒരു ഡെബ്യൂ പ്ലെയറാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്
ആദ്യ വിക്കറ്റാണ്, IPL ആദ്യ വിക്കറ്റാണെന്ന് ആലോചിക്കണം. വേറൊന്ന് എടുത്ത് പറയാനുള്ളത് ശിവൻ ദൂബെ എന്ന് പറയുന്ന ഫീൽഡിലെ നിർഗുണനെ കുറിച്ചാണ്. അതേക്കുറിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവും. പിന്നെ അതായത് ലോകകപ്പ് ഫൈനലിൽ ഫിന്നലൻ്റെ ക്യാച്ച് മിസ്സാക്കുന്ന ശിവൻ ദൂബയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് സൂര്യകുമാർ യാദവ് തോളിൽ കൈയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരും അത് നമ്മളന്ന് കോൺഫിഡൻസിലായിരുന്നു. പക്ഷേ ആ ലോകകപ്പിൽ ന്യൂസിലാൻഡിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും അവരുടെ ഓപ്പണർമാരായിരുന്നു. ഫിന്നലനും സീഫേർട്ടും ആയിരുന്നു. അവിടെ നമ്മൾ ഭയക്കേണ്ടിയിരുന്നു. നമ്മുടെ ബോർഡർമാർ അവിടെ നല്ല ഡെലിവർ ചെയ്തു. ഈ ശിവൻ ദൂബെ ഈ IPL ഇതുപോലെ സിമ്പിൾ ക്യാച്ചസ് മിസ്സാക്കുന്ന നമ്മൾ പലകുറുണ്ട്. അതായത് 7-8 തവണയാണ് ഇപ്പോൾ അദ്ദേഹം ക്യാച്ച് മിസ്സാക്കുന്നത്. അത് ഓപ്പൺ ക്യാച്ചുകൾ. ഇന്നലെ നമൻധീറിന്റെ ക്യാച്ചാണെന്ന് കൂടെ ആലോചിക്കണം. സിറ്ററാണ്. അതും കയ്യിലേക്ക് അത് ഇനി വേറൊന്ന് നൂർ അഹമ്മദിന്റെ ബോളുകളിൽ ഇദ്ദേഹം നിരന്തരം ഈ പിടവുകൾ. നൂർ അഹമ്മദ് ഫസ്റ്റ് IPL വലിയ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങളിൽ വിക്കറ്റുകളില്ലാതിരുന്നു. അതിൽ ശിവൻ ദൂബെ വിട്ടൊരു ക്യാച്ച് പോലും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് വന്നൊരു ക്യാച്ച്. ശിവൻ ദൂബെ അങ്ങനെയാണ്, സിമ്പിൾ ക്യാച്ചുകൾ. ഇത് വലിയ എഫേർട്ട് എടുക്കേണ്ട ക്യാച്ചുകളൊന്നുമില്ല, വളരെ സിമ്പിളായ ക്യാച്ചുകൾ. അതേസമയം തന്നെ പിന്നെ സർഫറാസ് ഖാന്റെ ഫീൽഡിംഗ് പ്രകടനങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം. ഇതുപോലെ അക്ഷർ പട്ടേലിന്റെ ഒരു ക്യാച്ച് അദ്ദേഹം പിന്നെ മനോഹരമായി പറഞ്ഞിട്ട് നമൻധീറിന്റെ ക്യാച്ച് എടുത്തത് ഇദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് പിന്നെ ചെന്നൈക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാട് വകയുണ്ട്. പിന്നെ സഞ്ജു ഫോം ഔട്ടായെങ്കിൽ പോലും ഋതുരാജ് ഗെയ്ക്വാദ് ട്രാക്കിലേക്ക് എത്തിയ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ, ഗുജറാത്തിനെതിരായ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് നമ്മുടെ ആശങ്ക പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് MSK ശരിക്കും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ പിന്നെ സ്ട്രൈക്ക് റേറ്റിനെ വിമർശിച്ചിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വിക്കറ്റുകൾ ഒരറ്റത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ടീമിന് ഒരു 150-ലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അവസാനത്തെ 6 ഓവറിൽ അദ്ദേഹം 80-ന് മുകളിൽ സ്കോർ ബോർഡിൽ ചേർത്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ആരാധകർ പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. MSKൻ്റെ അഭിപ്രായത്തിൽ ഉപയോഗിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ വന്നിരുന്നു. പക്ഷെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് സഞ്ജു പോയി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററാണ്. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദ് അവിടെ ഡെലിവർ ചെയ്യുന്നു. കാർത്തിക് ശർമ്മയെക്കുറിച്ച് പറഞ്ഞേ മതിയാവും. സാധാരണഗതിയിൽ എല്ലാ സീസണുകളിലും പിന്നെ വലിയ തുകക്ക് ടീമിലേക്ക് എത്തുന്ന അൺക്യാപ്ഡ് പ്ലെയേഴ്സ് നിരാശപ്പെടുത്താറുണ്ടായിരുന്നു. ചെന്നൈക്ക് മുന്നനുഭവങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സമീർ റിജുവിയുടെ കാര്യത്തിലേക്ക്. 8 കോടിക്ക് കൊണ്ടുവന്ന സീസണിൽ സമീർ റിജു പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറിനെ കുറിച്ചുമുള്ള പിന്നെ പ്രതീക്ഷകളൊക്കെ കുറേ ഉണ്ടായിട്ട് പോലും കാർത്തിക് ശർമ്മ കഴിഞ്ഞ 5 മത്സരം, ഇതിനു മുമ്പുള്ള 5 മത്സരങ്ങളിൽ 56 റൺസോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ മത്സരത്തിന് തൊട്ടുമുമ്പ് മൈക്കസിയും ഫ്ലമിങ്ങും ഒക്കെ കാർത്തിക് ശർമ്മയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് പിന്നെ പങ്കുവച്ചിരുന്നത്. അത് അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിലേക്ക് കളി ജയിപ്പിക്കുന്നത് പിന്നെ ബോൾട്ടിനെ ഒരു റിവേഴ്സ് സ്കൂപ്പൊക്കെ അടിച്ചിട്ടാണ്. വെറുതെ 14 കോടിക്കും 18 കോടിക്കൊന്നും എടുത്തതല്ല, ഇവരെ ട്രാക്കിലാവുന്ന ഒരു ഘട്ടം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. സോ അദ്ദേഹം പിന്നെ ട്രാക്കിലാവുന്നു. ഉർവിൽ പട്ടേലിനെ കുറിച്ച് എടുത്ത് പറഞ്ഞാൽ മതിയാവും. ഉർവിൽ പട്ടേലിനെ ഈ സീസണിൽ തുടക്കത്തിൽ ചെന്നൈ അവതരിപ്പിക്കാത്തതിനെ കുറിച്ച് ആരാധകരടക്കം വലിയ ആശങ്കകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ അവനടിയിൽ ആയുധങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കെ തന്നെ അവരെ പരീക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ടീമിൻ്റെ സ്ക്വാഡ് ഡെപ്തിനെ കുറിച്ച് വലിയ ചർച്ചകൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാധകർ വിമർശനങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉർവിൽ പട്ടേൽ ഇന്നലെ പിന്നെ ചെറുതാണെങ്കിലും ഒരു ക്വിക്ക് ഇന്നിങ്സ് ആണെങ്കിലും പിന്നെ ടീമിന് നല്ലൊരു മൊമെൻറ്റം കൊടുക്കുന്ന നമ്മൾ കണ്ടു. സോ ചെന്നൈയെ സംബന്ധിച്ച് ഫുൾ പോസിറ്റീവാണ്. മുംബൈയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മളീ പറയുന്ന ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ളൊരു ഫീലിലാണ് ഈ സീസണിൽ ഉടനീളം മുമ്പേ എല്ലാ കളിയിലും ഗ്രൗണ്ടിൽ കാണപ്പെട്ടത്. ഇന്നലെയാണ് ഇപ്പോൾ ഒരു ഡുവോഡൈ സിറ്റുവേഷൻ. സിനിമ റെഫറൻസ് ദിബിൻ ചേട്ടൻ പറയുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഇന്നലെ ഒരു ഡുവോഡൈ സിറ്റുവേഷനാണ് മുംബൈയെ സംബന്ധിച്ച്. ഇന്നലെ ജയിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്കുള്ളൊരു പ്രയാണം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സമയത്ത് പോലും ജയിക്കണമെന്നുള്ള ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ ജയിച്ചേ മതിയാവും എന്നുള്ള ഒരു തരത്തിലുള്ള ബോഡി ലാംഗ്വേജും ഒരു പ്ലെയറിൽ ഉണ്ടായില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഹാരിസ് പറഞ്ഞതുപോലെ പവർ പ്ലേയിൽ അത്യാവശ്യം എഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഒരു 10 ഓവറൊക്കെ ആകുമ്പോഴേക്കും 100 വരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഒരു 13ാമത്തെ ഓവറിലും കണ്ട് ഹാർദിക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. അതിനെ സംബന്ധിച്ച് നമൻധീർ അവിടെ അത്യാവശ്യം സെറ്റിലായിട്ട് നിൽക്കുന്നുണ്ട്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളും ഡബിളിനും ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് ഹാർദിക് ഭയങ്കരമായിട്ട് ബോൾ മിസ്സാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക, ഒന്ന് പതറിപ്പോയിട്ടുള്ള ചെന്നൈ ബൗളേഴ്സിന് തിരിച്ചു വരാനുള്ളൊരു സ്പേസ് കിട്ടുവാണ് അവിടെ. ഇപ്പം നമുക്കറിയാം പിച്ചിൻ്റെ ഒരു സാധ്യത അവരുടെ പേസേഴ്സ് നന്നായിട്ട് ഉപയോഗിച്ചു. ഓട്ടൻ്റെ ആ 19ാമത്തെ ഓവറിൽ അയാളെല്ലാം 140ക്ക് മുകളിലാണ് ഡെലിവറി ചെയ്യണത് ബോൾ. അപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യണത് ഹാർദിക് പാണ്ഡ്യയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ എന്നൊരു ക്യാപ്റ്റൻ്റെ, ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞിരുന്നു, അയാളുടെ ഒരു ക്യാപ്റ്റൻസി എന്നുള്ള രീതിക്ക് അയാളൊരു ഭാവന ഉണ്ടല്ലോ, എങ്ങനെ തൻ്റെ സ്ക്വാഡിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിപരമായിട്ട് അയാളുടെ ഒരു ടാലൻറ്റിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ അയാൾ ഭയങ്കര ബ്ലൈൻഡായി പോയിട്ടുണ്ടെന്ന് എനിക്ക് ഈ കളിയും തെളിച്ചു. കാരണം വെച്ചാൽ ഓട്ടൻ്റെ 19ാമത്തെ ഓവർ ഫേസ് ചെയ്ത് ഹാർദിക്കാണ്. ആ പിച്ചിനകത്തൊരു സാധ്യതയുണ്ട്. പേസേഴ്സിന് ഒരു ഹാർഡ് ലെങ്ത്ത് ബോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗുഡ് ലെങ്ത്ത് ബോൾ ഇട്ടാനും സാധ്യതയുള്ളൊരു പിച്ചിലാണ് ഞങ്ങൾ കളിക്കണമെന്നൊരു തിരിച്ചറിവ് ഏത് ക്യാപ്റ്റനും കിട്ടണ രീതിക്കാണ് 19ാമത്തെ ഓവർ ഡെലിവർ ചെയ്ത്. അതിനുശേഷം ചെന്നൈ ബാറ്റ് ചെയ്യാൻ വരുന്നു. സഞ്ജു നിൽക്കുന്നു.
ആ സമയത്ത് ബുംറ സഞ്ജുവിനെ കൃത്യമായിട്ട് കെണി ഒരുക്കി തന്നെയാണ് സഞ്ജുവിനെ ആ കെണിയിൽ വീഴ്ത്തുന്നത്. സഞ്ജുവിനകത്തേക്ക് പോയി വീണ് കൊടുത്താണ്. അപ്പോൾ ബുംറ നന്നായിട്ട് ഡെലിവർ ചെയ്തു. ഫസ്റ്റ് ഓവറിൽ അത് തന്നെ ശരിക്കും ഒരു കെണിയാണത്. അത് സ്ലിപ്പ് ഇട്ട് കളിക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെയാണ് ബോൾ വരിക എന്നുള്ളത്. ഏത് ബാറ്റ്സ്മാനും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ സഞ്ജു ശരിക്കും ആ കെണിയിൽ പോയി വീഴുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതല്ല, ബുംറ ആയിക്കഴിഞ്ഞാലും ആ പിച്ചിൻ്റെ ഒരു സാധ്യത നന്നായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം ബോൾട്ടിൻ്റെ ഫസ്റ്റ് ഓവർ നല്ല ഓവറായിരുന്നു, സെക്കൻഡ് ഓവറാണെന്ന് പാളിപ്പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ബോളിംഗ് ചേഞ്ച് കൃഷ്ണനെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലത്ത് ശരിക്കും ബോൾ ചെയ്യേണ്ടത് ഹാർദിക്കായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. കാരണം ഹാർദിക്കിനെ സംബന്ധിച്ച് ഹാർദിക്കിനെ നന്നായിട്ട് ഇപ്പം 8.50 എങ്ങാണ്ടാണ് ഹാർദിക്കിൻ്റെ ഇപ്പോൾ 2 ഓവർ ചെയ്തപ്പോഴും എക്കോണമി. അപ്പോൾ ഹാർദിക്കിന് ആ സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിക്ക് മുംബൈക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഹാർദിക്. ആ അർത്ഥത്തിൽ ഹാർദിക്കിന് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല, ആസ് എ ക്യാപ്റ്റൻ ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഓവറോൾ അതുപോലെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സൂര്യ വളരെ നല്ല ടച്ചിൽ വന്ന് സൂര്യയുടെ ഒരു സ്റ്റൈൽ ഓഫ് സാധനം പല ഡ്രൈവിലും ഉണ്ടായിരുന്നു. പക്ഷേ സൂര്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ഗെയ്ക്വാദിൻ്റെ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം 160 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റാണ്. പക്ഷേ അവിടെ ഗെയ്ക്വാദ് ഒരു മൊമെൻറ്റം കിട്ടി. പക്ഷേ അതിനുശേഷം അയാൾ കൃത്യമായിട്ട് കാർത്തിക് ശർമ്മനെ പോലെ ഒരാൾ വരുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് എന്താണോ നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിൽ കളിക്കാൻ ശേഷിയുള്ള പ്ലേയേഴ്സാണ് സൂര്യകുമാർ യാദവ് ആയാലും തിലക് വർമ്മ ആയിക്കഴിഞ്ഞാലൊക്കെ. പക്ഷേ അവരെല്ലാം ഭയങ്കര നിരുത്തരവാദപരമായിട്ട് ടീം ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു ഫീലിൽ നിൽക്കുമ്പോൾ പോലും അവർക്ക് അങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തുകയാണ്, എന്തോ പ്രശ്നമുണ്ട് ടീം എന്നുള്ള രീതിക്ക് മുംബൈക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് അവർക്ക് ഈ ഇത്രയും കളികളിൽ പരിഹരിക്കാൻ പറ്റില്ല. അതിനി അങ്ങോട്ടും പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇന്നലെ ഇപ്പം ഹാരിസ് പറഞ്ഞ പോലെ തന്നെ അഖിൽ ഹുസൈനെ മാറ്റിയിട്ട്, അതായത് 4 വിക്കറ്റാണ് കഴിഞ്ഞ കളിയിൽ മുംബൈക്കെതിരെ അയാൾ എടുത്തത്. അപ്പോൾ അയാളെ മാറ്റിയിട്ടാണ് പ്രശാന്ത് വീറിനെ പോലെ ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരുന്ന ചെന്നൈ. അപ്പോൾ ഇതും ഇപ്പോൾ അഖിൽ ഹുസൈൻ ആയിരിക്കും അവരുടെ വജ്രായുധം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ചിലപ്പം മുംബൈ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനെ പൊളിക്കണ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിരുന്നു പ്രശാന്ത് വീറിൻ്റെ ആയിക്കഴിഞ്ഞാലും രാമകൃഷ്ണ ഘോഷിൻ്റെ ആയിക്കഴിഞ്ഞാലും. ഒരിക്കലും കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ഇന്നലെ ചെന്നൈ എടുത്തത്. അതിൻ്റെ ഒരു ഗുണം ചെന്നൈക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 10 ഓവറിൽ 6 ഓവർ എറിഞ്ഞത് അൺക്യാപ്ഡ് ബോളേഴ്സാണ്. അപ്പോൾ ഈ ബ്രവിസിന് മുമ്പ് ബാറ്റ് ചെയ്യാനായിട്ട് കാർത്തിക് ശർമ്മനെ വിടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ കൂടി എക്സ്പെരിമെൻറ്റ് സ്വഭാവത്തിൽ ഇന്നലെ ചെന്നൈ അതിനെ കളിയെ ഇത് ചെയ്തു. പിന്നെ ഇപ്പോൾ സഞ്ജുവിനെ പോലെ ഒരാൾ ആദ്യത്തെ 2ാമത്തെ ഓവറിൽ തന്നെ മൂന്നാമത്തെ ഓവറിൽ സഞ്ജു പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത് ആ ടീമിന് ഇനി അങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കും. നമുക്കറിയാം ഇപ്പം ചെന്നൈ കഴിഞ്ഞ പെർഫോം ചെയ്ത കളികളിലെല്ലാം സഞ്ജുവിൻ്റെ ഒരു ബാക്ക് ബോൺ ഭയങ്കര നിർണായകമാണ് ചെന്നൈ സംബന്ധിച്ച്. അപ്പം സഞ്ജു നേരത്തെ പോയി കഴിഞ്ഞാലും നമുക്ക് ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചേസബിൾ ടാർഗറ്റിനകത്തേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസവും ഇന്നലത്തെ കളി ചെന്നൈക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്കൊരു വിമർശനമുള്ളത്, ഒരു 15 ഓവറിന് ശേഷം കുറച്ചുകൂടെ കൂടി ഗെയ്ക്വാദിനോ അല്ലെങ്കിൽ കാർത്തിക് ശർമ്മയ്ക്ക് കുറച്ചുകൂടെ കൂടി ഹിറ്റ് ചെയ്ത് കളിക്കായിരുന്നു. കാരണം നെറ്റ് റൺ റേറ്റ് ഒരു ഭയങ്കര നിർണായകമായ ഒരു ഘടകമാണ്. കുറച്ചുകൂടെ നേരത്തെ ഒരു 16 ഓവറിലോ 17 ഓവറിലൊക്കെ കളി തീർക്കേണ്ട രീതിയിട്ട് ഫിനിഷ് ചെയ്യണമെന്നൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും നെറ്റ് റൺ റേറ്റ് ഒരു ക്രൂഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് അതിൽ അവർ കുറച്ച് അവിടെ പിന്നെ സ്ലോ പേസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ ശിവൻ ദുബൈൻ്റെ ഒരു കാര്യമാണ് ഹാരിസ് പറഞ്ഞ പോലെ. ശിവൻ ദുബൈ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അഖിൽ ഹുസൈന് പകരം ശിവൻ ദുബൈനെ ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശിവൻ ദുബൈ ഒന്നും അല്ലെങ്കിൽ അയാളുടെ ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ ഒരു കഴിവിൽ അയാൾക്കിപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവുള്ളൊരു ഫീലിലാണ് ഗ്രൗണ്ടിൽ അയാളെ കാണുന്നത്. അപ്പം അതും ഒരു മോശം ചോയ്സായിട്ട് ശിവൻ ദുബൈനെ ഇനി ആ അർത്ഥത്തിൽ ടീമിൽ നിലനിർത്തണമെന്നുള്ളത് ചെന്നൈ ആലോചിക്കുന്നതാണ്. വേറെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. ലോകകപ്പ് ഹീറോയായ ഒരു പ്ലെയറാണ്. അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നിർഗുണൻ എന്നൊരു വാക്കാണ് അദ്ദേഹത്തെ ഉപയോഗിച്ച് കാണുന്നത്. ലോകകപ്പിൽ നമുക്കറിയാം ഗംഭീരമായ പ്രകടനം നടത്തി. പക്ഷേ ഈ സീസണിലേക്ക് IPL വരുമ്പോൾ ബാറ്റിങ്ങിൽ അദ്ദേഹം തിളങ്ങുന്നുണ്ടോ? ഇല്ല. ബൗളിങ്ങിൽ ഉപയോഗപ്പെടുന്നുണ്ടോ? ഇല്ല. ഫീൽഡിൽ കിട്ടുന്ന ക്യാച്ച് എല്ലാം വിടുകയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ടാഗുകൾ ചേർക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അതായത് ഒരു ടീം ഏത് രീതിയിൽ കളിക്കരുത്, ഏത് രീതിയിൽ കളിക്കണമെന്ന് കൃത്യമായിട്ട്, ഏത് രീതിയിൽ കളിക്കരുത് എന്ന് മുംബൈ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നു. ഏത് രീതിയിൽ കളിക്കണമെന്ന് ചെന്നൈ നമുക്ക് നന്നായിട്ട് കാണിച്ചു തന്നു. അതിൽ പറയാനുള്ളത് മത്സരം അപ്പം ഇനി T20 ആയിക്കോട്ടെ, സിറ്റുവേഷൻ അനുസരിച്ച് ഡീപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം T20 പ്രത്യേകിച്ച് ചെന്നൈയിലെ ചെപ്പോക്കിലെ ട്രാക്ക് നമുക്കറിയാം വളരെ സ്ലോ ആയ പിച്ചാണ്. ആ സ്ലോ ആയ പിച്ചിൽ അഖിൽ ഹുസൈൻ ഇറക്കിയില്ല, അതായത് സ്പിന്നർക്ക് വലിയ പിന്തുണ നൽകുന്നൊരു ട്രാക്കിൽ അഖിൽ ഹുസൈൻ ഇറക്കില്ല എന്നുള്ളത് വലിയ അത്ഭുതം തോന്നും. പക്ഷേ അവിടെ കൃത്യമായിട്ട്
അവർ പകരം കൊണ്ടുവന്ന താരങ്ങൾ കൃത്യമായിട്ട് കളിച്ചു എന്നുള്ളതും മാത്രമല്ല, നേരത്തെ ദിമിഞ്ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ മുംബൈയുടെ ഗെയിം പ്ലാനുകളെല്ലാം തീർച്ചയായിട്ടും അക്യുലിസിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ പ്ലേറ്റ് നേരെ തിരിച്ചിടാൻ ചെന്നൈക്ക് വിജയകരമായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം. ഈ ഋതുരാജ് ഗൈക്വാദ് അദ്ദേഹത്തിൻ്റെ ഫോമിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കകളുണ്ട്. ആദ്യത്തെ 7 മത്സരങ്ങളിൽ ഒരു മത്സരം പോലും അദ്ദേഹത്തിന് നല്ലൊരു പറയാനുണ്ടായിരുന്നില്ല. ടീമിൻ്റെ താളം തെറ്റുന്നു, ടീം പരാജയപ്പെടുന്നു, സഞ്ജു തിളങ്ങിയാൽ മാത്രമേ ചെന്നൈ ജയിക്കൂ എന്നുള്ളൊരു സാഹചര്യം വന്നു. അവിടെ നിന്ന് തുടർച്ചയായിട്ട് 2 മത്സരത്തിൽ അദ്ദേഹം തുടർച്ചയായിട്ട് 50 അടിക്കുന്നു. അതിൽ ഈ മത്സരത്തിലേക്കുമ്പോൾ അദ്ദേഹം ഗംഭീരമായിട്ട്, അതായത് പവർ പ്ലേയിൽ തന്നെ ഉറുജിത് പട്ടേലിനെയും സഞ്ജു സാംസണെയും നഷ്ടമാവുന്നുണ്ട്. എന്നിട്ട് പോലും കാർത്തിക് ശർമ്മ എന്ന താരതമ്യേന പുതുമുഖമായ IPL ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്ന താരത്തിനെ വെച്ച് അദ്ദേഹം ഗംഭീരമായിട്ട് മത്സരം ഡീപ്പിലേക്ക് കൊണ്ടുപോയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം വിജയിക്കുമെന്ന ട്രാക്കിലെത്തിയപ്പോൾ ഒന്ന് ആഞ്ഞടിച്ചുകൊണ്ട് ഒരു 2 ഓവറെങ്കിലും നേരത്തെ മത്സരം തീർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം പരിക്കില്ലാതെ ടീമിനെ വിജയത്തിലെത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. അത് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. മറുവശത്തേക്ക് മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കുമ്പോൾ മത്സരശേഷം കമൻറ്റേറ്ററോട് ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്. കമൻറ്റേറ്റർ പറയുന്നുണ്ടോ ഒരു മോശം മത്സരം കൂടി ഇല്ല, മോശം സീസൺ എന്നാണ് ഹാർദിക് പറയുന്നത്. സത്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ ഇത്രത്തോളം ക്ലൂലെസ് ആയിട്ടില്ല, ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല രീതിയിൽ ഒരു കൺഫസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹാർദിക് സംസാരിക്കുന്നത്. അത് ക്യാപ്റ്റൻ എന്ന നിലയിലും അതെ, അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കണം. ഹാർദിക് പാണ്ഡ്യ അവസാനമായിട്ട് IPL ഒരു 50 അടിക്കുന്നത് 2023 അത് ഗുജറാത്തിന് വേണ്ടി കളിക്കുമ്പോൾ. പിന്നീട് മുംബൈയിലേക്ക് വന്ന 3 സീസണുകൾ അത് ക്യാപ്റ്റനായിട്ട് ഒരു അതിഗംഭീരമായ ഒരു രീതിയിലാണ് കൊണ്ടുവരുന്നത്. പുതിയ പിള്ളേരൊക്കെ പറയും പോലെ ഓറ മാത്രമേ ഉള്ളൂ, കളിയില്ല. അപ്പോൾ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ 23 ബോളിലാണ് അദ്ദേഹം 18 റൺസ് എടുക്കുന്നത്. അതായത് ഒരു 180+ ഉണ്ടെങ്കിൽ ചെപ്പോക്കിൽ ഒരു സേഫ് സ്കോറാണ്. കാരണം അതിന് തക്ക ബൗളർമാർ, പേസർമാരായാലും സ്പിന്നർമാരായാലും മുംബൈ ഇന്ത്യൻസിനുണ്ട്. അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, എവിടേക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഹാർദിക്കിനോട് തന്നെ ചോദിക്കണം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ 11 ഓവറിൽ 100 കടന്നൊരു ടീമിന് ഒരു ഓവറിൽ 10 എന്നുള്ളത് നിലവിൽ ഏറ്റവും അനായാസം എല്ലാ ടീമുകളും അടിച്ചെടുക്കുന്ന സ്കോറാണ്. 200-ന്റെ അടുത്ത് സുഖമായിട്ട് എത്തിക്കാവുന്ന സ്കോറാണ് അവർ 160-ൽ താഴേലേക്ക് കൊണ്ടുപോയിടുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രതി എന്ന് പറയുന്നത് ഹാർദിക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ടീമിനെ മുന്നിൽ നയിക്കാൻ കഴിയുന്നില്ല, ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും പ്ലെയർ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് ഇതാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം എടുക്കുന്ന പല ബ്ലണ്ടർ തീരുമാനങ്ങളും. കഴിഞ്ഞ 2 മത്സരങ്ങളും ടോസ് കിട്ടിയിട്ട് അദ്ദേഹം തൻ്റെ ബാറ്റർമാരെ, തൻ്റെ താരങ്ങളെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ചേസ് ചെയ്യാവുന്ന മത്സരങ്ങൾ, ഇപ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന മത്സരം വാങ്കഡയിലായിരുന്നു. 243 പന്ത് അടിച്ചൊരു മത്സരം, അത് സൺറൈസേഴ്സ് ചേസ് ചെയ്യാണ്. അതിന് പകരം പാണ്ഡ്യയ്ക്ക് അവിടെ ചേസ് ചെയ്യായിരുന്നു, അദ്ദേഹത്തിന് നല്ല ബാറ്റർമാരും ഉണ്ട്. പക്ഷേ അവർ ആ രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല. ചെപ്പോക്കിലേക്ക് വന്നപ്പോൾ പോലും ഒരു ലോ സ്കോറിംഗ് ഗെയിം ആയിരിക്കും ഏറെക്കുറെ എന്നുള്ളത് ഉറപ്പാണ്. അതുപോലും ചേസ് ചെയ്ത് തൻ്റെ ബാറ്റർമാരെ വിശ്വാസത്തിലെടുക്കാൻ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം പാണ്ഡ്യ കാണിക്കുന്നില്ല. അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ളതിലും ആസ് എ പ്ലെയർ എന്നുള്ളതിലും പാണ്ഡ്യ അട്ടർ ഫ്ലോപ്പാണ്. പാണ്ഡ്യയുടെ ഒരു ഫ്ലോപ്പ് ഈ സീസണിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് പല താരങ്ങളെയും അവരുടെ പെർഫോമൻസിനെയും ബാധിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. ഈ വിധമല്ലല്ലോ ബുംറ നമ്മൾ 12 കണ്ടുള്ളത്. ലെങ്ത് ബോളിന് മുമ്പിൽ ഭയങ്കരമായിട്ട് പതറണുണ്ട് ഹാർദിക്. ഹാർദിക്കിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കണക്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഹാർദിക്കിന്റെ ഈ വിധമുള്ള ആ ഒരു ടീമിലെ അന്തരീക്ഷം, ആ ബാലൻസ്, ടീമിന്റെ മൊത്തം ബാലൻസിനെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് ഓരോ പ്ലെയറിനെയും നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. തിലക് വർമ്മ ഗംഭീരമായ ഫോമിൽ നിന്നുകൊണ്ടുവന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറ്റി കളിക്കുന്നു. ഒരു സെഞ്ചുറി അടിച്ച ശേഷം നമ്മൾ അദ്ദേഹം ഫോമിലേക്ക് എത്തിയെന്ന് തോന്നിയ സമയത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറ്റുന്നു. അദ്ദേഹത്തിന് പിന്നെ കളിക്കാൻ കഴിയുന്നില്ല. സൂര്യയുടെ കാര്യം നമുക്ക് വിടാം. അദ്ദേഹം ഇപ്പോൾ വെറും ബബിളിങ് ഞവക്കിൽ മാത്രമാകുന്നുണ്ട്. ഒരു തരത്തിൽ പോലും അദ്ദേഹം പെർഫോം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും ലാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ ബുംറയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ബുംറയെ കരിയറിൽ അദ്ദേഹത്തിന് എങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ ബുംറയുടെ ഓവർ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതെ, രണ്ടാമത്തെ ഓവറിന്റെ ലാസ്റ്റ് ബോളിലാണ് വിക്കറ്റ് വീഴുന്നത്. അതിനുശേഷം ബുംറ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം വളരെ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ബുംറ അതായത് 30-ൽ കൂടുതൽ 34 ഓവർ എറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 3 വിക്കറ്റുകളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു തരത്തിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബുംറയ്ക്ക് കഴിയുന്നില്ല. 1.5 മാസം മുമ്പ്, അതായത് ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു മത്സരത്തിലെ ലോകകപ്പ് ഫൈനലിൽ 4 വിക്കറ്റ് എടുത്ത പ്ലെയർ ഓഫ് ദ മാച്ചായ ജസ്പ്രീത് ബുംറയാണ് ഈ വിധം വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്നത്. അതിന് ബുംറയുടെ പെർഫോമൻസിനും ടീമിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ ഇതുണ്ട്. അതിൽ ഏറ്റവും പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുറ്റവും പാണ്ഡ്യയുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. എന്നാൽ പോലും ബുംറയെ പോലെ അത്രയും സീനിയറായ ഒരു ബോളർക്ക്, അത് കാര്യം നമ്മൾ മുന്നേ സംസാരിച്ച സമയത്ത് MSK വലിയ രീതിയിൽ തർക്കിച്ചിരുന്നു.
ബുംറയ്ക്ക് അറിയാം എൻ്റെ ബോൾ എവിടെയാ പോകുക, ആ ബോൾ എങ്ങോട്ടാ ബാറ്റർ അടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ബുംറ ഒരു ഫീൽഡ് സെറ്റ് ചെയ്യുമല്ലോ. അതിന് പോലും ഹാർദിക് സമ്മതിക്കുന്നില്ല. അപ്പോൾ താരതമ്യേന വളരെ ജൂനിയറായ ഒരു പ്ലെയർ ആണെങ്കിൽ പോലും ക്യാപ്റ്റൻ ഒരു ഇടപെടുകയൊക്കെ ചെയ്യാം. പക്ഷേ ബുംറയെ പോലെ അത്രയും സീനിയറായ, ഹാർദിക്കിനേക്കാൾ സീനിയറായ ഒരു താരത്തിനെ ബുംറയ്ക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും റൺസ് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ ടീമിനകത്തുണ്ട്. അതുതന്നെയാണ് ഈ വിധം വലിയ രീതിയിലുള്ള നിരാശയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു തിരിച്ചൊരു ഈ സീസണിൽ നടക്കില്ല. ഇന്നലെ ആ ഗ്രൗണ്ടിൻ ഡഗൗട്ടിൽ ഇരുന്നിട്ട് രോഹിതിന്റെ ആ ഒരു ഫേസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. കാരണം അല്ലേ, ഒരു ലെജൻഡറി ടീമിനെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഇത് മാത്രം അതായത് ഇത് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിലാണ് രോഹിത് പലപ്പോഴും ഇരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ടീം ഇതുപോലെ അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. മുംബൈയുടെ ടീം ഡഗ്ഔട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് പാണ്ഡ്യക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആശയക്കുഴപ്പമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ലെജൻസ് ആണ് ആ ഡഗ്ഔട്ടിലുള്ളത്. ഇപ്പോൾ രോഹിത് അവിടെ ഉണ്ട്, രോഹിത്തിനോട് ഉപദേശം ചോദിക്കൂലല്ലോ. അത് അവരുടെ മുഖ്യ പരിശീലകൻ മഹേല ജയവർദ്ധനെയാണ്, ബാറ്റിംഗ് പരിശീലകൻ കിരോൺ പൊള്ളാടാണ്, ബൗളിംഗ് പരിശീലകൻ മലിംഗയാണ്. അതായത് ലെജൻസ് അവിടെയുണ്ട് ചുറ്റും. ഇത്രയും വർഷത്തെ സച്ചിൻ വെയിറ്റ് IPL എക്സ്പീരിയൻസ് ഉള്ള, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ലെജൻഡറി താരങ്ങൾ അവിടെയുണ്ട്. അവരോട് ചോദിച്ച് ഏത് രീതിയിൽ മാറ്റം വരുത്താമെന്നൊക്കെ ചോദിക്കാം. അതുപോലെ ചെന്നൈയുടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കൊടുത്താം. നമ്മുടെ IPL തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു 1-2 മത്സരം കഴിഞ്ഞ സമയത്ത് അനൂപേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ചെന്നൈ അടുത്ത സീസണിലേക്കുള്ള ടീമിനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തുടക്കത്തിൽ അവരുടെ തകർച്ചയ്ക്ക് ശേഷം ഇപ്പോഴുള്ള മത്സരങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ രാമകൃഷ്ണ ഘോഷ് അവർ 2024 വിജയ് ഹസാരെ ട്രോഫിക്കകത്ത് ഗോവയ്ക്കെതിരായ മഹാരാഷ്ട്രയുടെ മത്സരത്തിൽ അവസാന ഓവറിൽ ഗോവയ്ക്ക് ജയിക്കാൻ വേണ്ടത് 6 റൺസായിരുന്നു. അത് ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെ 5 റൺസിൻ്റെ വിജയം മഹാരാഷ്ട്രയ്ക്ക് നേടിക്കൊടുത്ത പ്ലെയറാണ്. ആ വിജയ ടീമിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ചെന്നൈ അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്ത് കണ്ടെത്തുന്നു, കൊണ്ടുപോകുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല. ഈ സീസണിൽ വരുന്നത് അത് 9ാമത്തെ മത്സരത്തിലാണ് വരുന്നത്. പക്ഷെ അദ്ദേഹം ഗംഭീരമായിട്ട് ബോൾ ചെയ്യുന്നു. നല്ല കാര്യം. വിൽ ജാക്സന്റെ ഒരു അതിഗംഭീരമായ സാധാരണ ഫ്രണ്ടിലേക്ക് അധികം സൈഡ് ഡൈവ് നമ്മൾ ചെയ്യാറുണ്ട്, ഫ്രണ്ടിലേക്ക് അധികം ഡൈവ് ചെയ്യുന്നത് വളരെ റയർ ആയിട്ടാണ് കാണുന്നുള്ളൂ. ഇത് ഗംഭീരമായിട്ട് അത് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഭയങ്കര പോസിറ്റീവോടെയാണ് അദ്ദേഹം കളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർത്തിക്, പ്രൈസ് ടാഗിന്റെ ഒരു അമിത ഭാരം കാർത്തികിനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടക്കുന്ന രീതിയിൽ അദ്ദേഹം ഹിറ്റിങ്ങിന് ശ്രദ്ധേയനായ താരമാണ്. പക്ഷെ വളരെ കാമായിട്ടാണ്, വളരെ കൂളായിട്ടാണ് ഇന്നലെ കളിക്കുന്നത്. തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ ഒരു ഇതവിടെ ഉണ്ടാവും, ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, വിക്കറ്റ് പോകാതെ കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഒരു പ്ലെയേഴ്സിനെ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്ന് ഇവർ കാണിക്കുമ്പോൾ പ്ലെയേഴ്സിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പുറത്ത് കാണിക്കുന്നു. അതും മുംബൈയാണ് ചെയ്യുന്നുള്ളതും. ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സിനെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ വലിയ രീതിയിൽ ലൈംലൈറ്റിൽ എത്തിച്ച് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സംഭാവന കൊടുത്ത മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഈ സമയത്ത് ഈ വിധം നശിപ്പിക്കുന്നത് കാണുമ്പോഴാണ് ക്രിക്കറ്റ് ഫാൻ എന്നുള്ള നിലയ്ക്ക് വിഷമം തോന്നുന്നത്. അതിൽ കാർത്തിക് ശർമ്മയെ കുറിച്ച് പറയാനുള്ളത്, ഈ കാർത്തിക് ശർമ്മ ഇന്നലെ അടിച്ച ബോളർമാരൊക്കെ ഇപ്പൊ ഗസാൻഫറിന് അദ്ദേഹം നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതായത് ഈ ടൂർണമെന്റിലെ മിസ്റ്ററി സ്പിന്നറായി മുംബൈക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു ബോളർ ഗസാൻഫറാണ്. എല്ലാ മത്സരങ്ങളും അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു. ഹാർദിക് പാണ്ഡ്യ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അദ്ദേഹം ബ്രേക്ക് ത്രൂ നൽകുന്നു. ചില ഓവറുകളിൽ 2 വിക്കറ്റ് എടുത്തിട്ട് ബ്രേക്ക് ത്രൂ ഒക്കെ നൽകുന്നത് കണ്ടിട്ട് നമ്മൾ. പക്ഷേ ഇന്നലെ ഈ ഗസാൻഫറിനെയാണ് കാർത്തിക് ശർമ്മ അടിക്കുന്നത്. അത് ഇങ്ങനെ ലോകോത്തര ബോളർമാരൊക്കെ ബോൾട്ടിനെ പിന്നെ റിവേഴ്സ് കൂപ്പ് അടിച്ച് കളി ഫിനിഷ് ചെയ്യുക. സോ കാർത്തിക് ശർമ്മ സെലിബ്രേഷൻ ഭയങ്കര രസമായിരുന്നു. മോഡൽ സാധനമൊക്കെ വെച്ച് രസമായിരുന്നു. സോ കാർത്തിക് ശർമ്മയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. കാരണം ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിൽ ടീമുകൾ കൊണ്ടുവന്ന താരങ്ങളൊക്കെ ചിലപ്പോൾ പ്രൈസ് ടാഗിന്റെ ഭാരത്തിൽ അവർ പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ സമീർ റിസ്വി ഡൽഹിയിൽ പരാജയമാണ്. പക്ഷേ അദ്ദേഹം ഈ സീസണിൽ ആ ഭാരമില്ലാതെ കളിച്ചുകൊണ്ടാണ് തുടക്കത്തിലെ കുറേ മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി കളിക്കുകയും അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത്. സോ ഈ താരങ്ങളെയൊന്നും നമ്മൾ എഴുതി തള്ളുന്നില്ല എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യയെ കുറിച്ച് പറഞ്ഞതിൽ പിന്നെ പറയാനുള്ളത്, ഹാർദിക് പാണ്ഡ്യ ഈ സീസണിന്റെ തുടക്കത്തിൽ നിരന്തരം ടീം തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ചില വലിയ കോളുകൾ എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പല സീനിയർ താരങ്ങളുടെയും തലതെറിക്കാൻ പോവാണ്. അതെ, ഇപ്പം അദ്ദേഹം ആദ്യം കോൾ എടുക്കുന്നത് സ്വന്തം കാര്യത്തിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഇപ്പം നേരത്തെ ജയശങ്കർ പറഞ്ഞല്ലോ, 2023 അദ്ദേഹം ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്ത് മെയിലോ മറ്റാണ് അവസാനമായിട്ട് പിന്നെ ഒരു 50 അടിക്കുന്നത്. നമുക്ക് പറയാം അദ്ദേഹം 6ാമതോ 5ാമതോ ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന മനുഷ്യനല്ലേ. അപ്പോൾ എന്തിനാണ് സ്കോറുകൾ അധികം? അതെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ
നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാൽ പോരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് തന്നെ പരിശോധിച്ച് കളിക്കാൻ മതി. എന്നാൽ 2023 മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് പ്രശ്നമാണ്. കഴിഞ്ഞ തവണയാണ് അദ്ദേഹം 160 ഉയർത്തിയത്. ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം വിക്കറ്റ് പോകുന്നുണ്ട് ഒരുപാട് തവണ. അതായത് പിന്നെ ഈ അവസാനമായിട്ട് ഇങ്ങനെ 5ലോ 6ലോ ഒക്കെ വരുന്ന പൊസിഷനിൽ വരുന്ന മനുഷ്യന്മാർ ഫിനിഷിംഗ് റോളിലൊക്കെ എത്തുന്ന മനുഷ്യന്മാരാണല്ലോ. അദ്ദേഹത്തിന്റെ ഓരോ ഇന്നിങ്സും നമുക്ക് ആകെ പിന്നെ ടീം മടുപ്പിക്കുന്ന ഇന്നിങ്സുകൾ ഒരർത്ഥത്തിൽ ഇന്നലെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടത് നമുക്ക് കണ്ടാണല്ലോ. ഇനി ബോളിങ്ങിലേക്ക് വന്നാലോ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം ബോളിങ്ങിൽ നന്നായി ഡെലിവർ ചെയ്തു. അതിൻ്റെ 9 സീസണിലും അദ്ദേഹം ബോളിങ്ങിൽ നന്നായി ഡെലിവർ ചെയ്തു. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു എൻഡിൽ അദ്ദേഹം ടീമിന് വേണ്ടിയിട്ട് പിന്നെ സംഭാവനകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നാണല്ലോ. ഈ സീസണിൽ 12 എക്കോണമി, 4 വിക്കറ്റാണ് ആകെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വലിയ ഇപ്പോൾ ഇതിനു മുമ്പുള്ള മത്സരത്തിൽ വാങ്കടയിൽ വെച്ചുകൊണ്ട് പിന്നെ 2 ഓവർ പവർ പ്ലേയിൽ അടി കിട്ടിയതുകൊണ്ട് പുതിയൊരു മനുഷ്യനെ അവതരിപ്പിക്കുകയാണ്, പുതിയൊരു ബോളർക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സഞ്ജു അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചടിക്കുന്ന നമ്മൾ കണ്ടു. അതായത് വലിയ കോൾ എടുക്കേണ്ട, അടി കൊണ്ടു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് വലിയ അനുഭവ സമ്പത്തുള്ള ഹർദിക്ക് മാറി നിന്നിട്ട് പുതിയൊരു ബോളർക്ക് വേണ്ടി സ്ഥിരമായിട്ട് പവർ പ്ലേയിൽ എറിയുന്ന ആളാണ് ഹർദിക്. നന്നായിട്ട് അറിയാൻ ശേഷിയുള്ള ഒരാളാണ്, അത്യാവശ്യം ഹാർഡ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ബോളറാണ്, എല്ലാ അർത്ഥത്തിലും ബോളർ വെറൈറ്റി വെച്ച് ബോൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു ബോളറാണ്. പക്ഷെ ഇന്നലെയൊക്കെ അയാൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് മൊത്തം ടീമിനെ ഡൗൺ ആക്കണ ഒരു ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിൽക്കേണ്ട സമയത്ത് അയാൾ പതുങ്ങി പുറകോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ എടുത്തു വരേണ്ട പേരുള്ളത് എനിക്ക് നമൻധീറിന്റെ പേരാണെന്ന് തോന്നുന്നു. ഈ സീസണിൽ നമ്മൾ മുംബൈയുടെ പല ഇൻകൺസിസ്റ്റൻസിയെ കുറിച്ചും പലരും പിന്നെ പല മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമൻധീർ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയി ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഒരു ക്യാച്ചൊക്കെ അദ്ദേഹത്തിന്റെ വിട്ട് കളയുന്നുണ്ടെങ്കിൽ പോലും പല മത്സരങ്ങളിലും അദ്ദേഹം ടീമിന്റെ ഒരു മൊമെന്റം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിലൊക്കെ കുറേ ബ്യൂട്ടിഫുൾ മനോഹരമായ കുറേ ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന മൊമെന്റമാണ് പല മത്സരങ്ങളിൽ മുംബൈക്ക് പൊരുതാവുന്ന സ്കോറോ അല്ലെങ്കിൽ ഒരല്പം നല്ല സ്കോറൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ബാറ്റർമാരൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഒന്ന് അവർ 4ലധികം പിന്നെ ഓപ്പണിംഗ് പാർട്ട്നേഴ്സിനെ പരീക്ഷിച്ച ഒരു സീസണാണിത്. സോ ഇനിയും അത് കൃത്യമായിട്ട് അവർക്കൊരു ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ എന്നാണ്. 2 ബോളർമാരെല്ലാം മൊത്തത്തിൽ പരാജയപ്പെടുന്ന ഒരു സീസൺ, എല്ലായിടത്തും അവർക്ക് പിഴയ്ക്കുന്ന ഒരു സീസൺ. സോ പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയെ കുറിച്ച് ഒരു പുനരാലോചന മാനേജ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ പിന്നെ കിരീടങ്ങളുടെ കണക്കുകൾ പറയാനുള്ള ഈ ടീം വരും സീസണുകളിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആരാധകർക്കുള്ള വിയോജിപ്പ് പോലും ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതാണ്. ഹാർദിക് പാണ്ഡ്യയെ മാറ്റൂ എന്നാണ് മൊത്തത്തിലുള്ള മുറവിളികൾ. എനിക്കിപ്പോൾ ഈ സഞ്ജുവിൻ്റെ ഒരു കാര്യത്തോട് കൂടി പറഞ്ഞ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സഞ്ജുവിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെവാഗ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യാപ്റ്റൻസി ഇട്ട് സഞ്ജുവിനെ പരിഗണിക്കുന്നതിൽ സെവാഗ് ഒരു അഭിപ്രായം പറഞ്ഞു. സെവാഗിൽ പ്രധാനമായിട്ട് പറഞ്ഞത് അയാളുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. എല്ലാ കാലത്തും സഞ്ജു കരിയർ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോഴും നേരിടുന്ന ഒരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് കൺസിസ്റ്റൻ്റ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിൽ ആ 3 കളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സഞ്ജു കളിക്കുന്നില്ല എന്നുള്ളത്. സഞ്ജു ഇന്നലെ ഇപ്പം വലിയ സ്കോറൊന്നുമല്ല, 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ T20 വലിയ സ്കോറേ അല്ല. ഒരു തരത്തിലും എന്താ പറയുക, സ്കോറിംഗ് റേറ്റിനെ പറ്റി ആകുലപ്പെട്ട് കളിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കുറച്ചുകൂടെ കൂടി മൊമെൻറ്റം കീപ്പ് ചെയ്ത് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ പിച്ചിൻ്റെ ഒരു സ്വഭാവം അറിയാം. ബുംറയെ പോലെ ഒരു ബോളർ അങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെ ബോൾ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുള്ള ബാറ്ററാണ് സഞ്ജു. ലൈഫ് കിട്ടി. പക്ഷേ സഞ്ജു സ്റ്റാൻഡ് ആൻഡ് ഡെലിവറാണ്. 2 ബോളും സ്റ്റാൻഡ് ആൻഡ് ഡെലിവറാണ്. ഒരിക്കലും അയാളുടെ ഫുട് വർക്ക് വന്നിട്ടേ ഇല്ല ആ 2 ഔട്ടായ ബോളിലും ക്യാച്ച് മിസ്സായ ബോളിലും. അപ്പോൾ സഞ്ജു കുറച്ചുകൂടെ കൂടി അത്തരം കാര്യങ്ങളിൽ തിരുത്തിപ്പോയിട്ടില്ലെങ്കിൽ, കാരണം പ്രത്യേകിച്ചും വലിയൊരു പ്രതീക്ഷയുടെ ഭാരം സഞ്ജുവിൻ്റെ മേലുണ്ട്, പ്രത്യേകിച്ചും ധോണി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ. പിന്നെ ഒരു സഞ്ജു ക്ലിക്കായി കഴിഞ്ഞാൽ ചെന്നൈ ജയിക്കും എന്നുള്ളൊരു ഒരു ആരാധകർക്കുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസം. ഇതിനെല്ലാം നിലനിർത്തി പോകേണ്ട ഒരു ഉത്തരവാദിത്വം സഞ്ജുവിനുണ്ട്. സഞ്ജു എല്ലാ കളിയിലും സെഞ്ചുറി അടിക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ ഒരു 35+ മിനിമം സഞ്ജുവിന് CSK പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സഞ്ജുവിന് ടച്ച് ഇല്ലാത്തപ്പോൾ പോലും ഒരു 12 ബോളിൽ 20, 12 ബോളിൽ 30 എന്നൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് സഞ്ജു ഒരു ഓടിയുണ്ട്. അല്ലെങ്കിൽ സഞ്ജു എന്ത് ചെയ്യണം, ഇന്നലെ കേൾക്കുവാത് കളിച്ച പോലെ ഒരു ഇന്നിങ്സ് മൊമെൻറ്റം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇത് രണ്ടിനകത്തുമല്ല സഞ്ജു കാണിക്കുന്ന ഈ ഒരു ആവേശം പലപ്പോഴും ഈ സീസണിന്റെ തുടക്കത്തിൽ സഞ്ജു അങ്ങനെ കുറേ ഇന്നിങ്സുകൾ കളിക്കാൻ പറ്റും. നമ്മളതാണ് ഓഫ് സൈഡിൽ മാത്രം കളിക്കുക എന്നുള്ളൊരു മൂഡിൽ ഇറങ്ങി സഞ്ജു കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടെയാണോ തൻ്റെ വീക്ക് പോയിന്റ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ള രീതിക്ക് ആ ഒരു മൈൻഡ് അപ്ലൈ ചെയ്ത് സഞ്ജു കളിച്ചിട്ടുണ്ട്. ആ മൈൻഡ് അപ്ലൈ ചെയ്ത് കളിച്ചപ്പോഴൊക്കെ സഞ്ജുവിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സഞ്ജു വളരെ ഭയങ്കര എന്താ പറയുക, അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള കാണുന്ന പ്രത്യേകത, സഞ്ജു കളിക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഇന്നിങ്സ് ആയിരിക്കും കളിക്കുക. ഒരു 50+ സ്കോർ അല്ലെങ്കിൽ സെഞ്ചുറിയിലേക്ക് എത്തുന്നവരാണ്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് പോകുന്നു എന്നുള്ള കാര്യം. ഇപ്പം ടീം ഇന്ത്യക്ക് വേണ്ടി സഞ്ജു കളിക്കുമ്പോൾ സഞ്ജു ആദ്യത്തെ ഓവറിൽ ഔട്ടായാലൊന്നും അത്രമാത്രം ടീമിനെ അത് ബാധിക്കാത്ത രീതിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ബാലൻസ് ഉള്ള ടീമുണ്ട്. പക്ഷേ ചെന്നൈ സീസണിൽ അത്തരത്തിൽ ഇപ്പോൾ കേൾക്കുവാത് ഇപ്പം ഈ കഴിഞ്ഞ കളി 2 കളിയിൽ ഫോമായി എന്ന് വെച്ച് കഴിഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചെന്നൈക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റർ ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് ചെന്നൈയെ സംബന്ധിച്ച്. അപ്പോൾ സഞ്ജു വെറുതെ അവിടെ നിന്നാൽ പോലും
വെറുതെ അവിടെ നിന്നാൽ പോലും ടീം ക്ലിക്ക് ആവും. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സഞ്ജു കളിക്കേണ്ട ഒരു സമയം അത് ഓപ്പണറായി ഇറങ്ങുന്ന ഒരു ബാറ്റർ അങ്ങനെ നിൽക്കുക, സ്റ്റാൻഡ് ഔട്ട് ചെയ്തെടുക്കുക, പ്രത്യേകിച്ച് തകർത്തടിക്കുന്ന ഒരു സമയമാണല്ലോ അവിടെ. അപ്പോൾ പിന്നെ ഋതുരാജ് ഗെയ്ക്വാദ് മൊത്തത്തിൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട്. നല്ല ഷോട്ട്. പിന്നെ ഒരു 1-2 സീസൺ കൊണ്ടാണ് T20യുടെ ഒരു ഇത് മൊത്തം മാറിയത്, സ്റ്റൈല് കാര്യങ്ങൾ മൊത്തം മാറിയത്. നിങ്ങൾ നിൽക്കണമെന്നില്ല, പവർ പ്ലേയിൽ അങ്ങ് ആഞ്ഞടിക്കുക 6 ഓവർ നിന്നാൽ മതി എന്നുള്ളൊരു മൂഡ് ഓഫ് ലെവലിലേക്ക് 1-2 വർഷം കൊണ്ടാണ് വളരെ പെട്ടെന്നൊരു മാറ്റം T20 ഔട്ട് ആവണതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. നമുക്ക് നീതീകരിക്കപ്പെടുന്ന രീതിക്ക് സഞ്ജുവിനെ പോലെ ഉത്തരവാദിത്തോടെ ബാറ്റ് ചെയ്യേണ്ട ഒരാൾ നീതീകരിക്കപ്പെടുന്ന രീതിക്ക് ഔട്ടായി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമില്ല. കാരണം അയാൾ ട്രൈ ചെയ്തിട്ട് ഔട്ടായി നിൽക്കാം. പക്ഷെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ചില സഞ്ജുവിന് അതിന് മുമ്പത്തെ ഒരു ബുംറാനെ ഡ്രൈവ് ചെയ്തൊരു ശ്രദ്ധിച്ചിരുന്നോ? അത് കൃത്യമായിട്ട് ബോളിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യും. അപ്പോൾ സഞ്ജുവിന് അതിന് പറ്റുന്ന ഒരാളാണ്. സഞ്ജു എവിടെയോ ആയി പോവാണ്. സഞ്ജുവിനെ പെട്ടെന്ന് ഇപ്പോൾ ഇന്നലെ ബുംറ ഒരുക്കിയ കെണിയിൽ സഞ്ജുവിനെ ഏറ്റവും എളുപ്പത്തിൽ വീഴ്ത്താൻ പറ്റിയ കെണിയാണ്. ഓഫ് സൈഡിൽ സഞ്ജു ഗംഭീരമായിട്ട് കളിക്കുമ്പോൾ ഓഫ് സൈഡിൽ ഒരു ക്യാപ്റ്റനും ഫീൽഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല സഞ്ജുവിന്. അങ്ങനെ എവിടെ സെറ്റ് ചെയ്താലും കൃത്യമായിട്ട് ഗ്യാപ്പ് കണ്ടെത്തുന്ന അപൂർവം പ്ലേയേഴ്സിൽ ഒരാളാണ് സഞ്ജു ഓഫ് സൈഡിൽ. പക്ഷെ അതുപോലെ തന്നെ ഓഫ് സൈഡിൽ സഞ്ജുവിനെ ഗംഭീരമായിട്ട് കെണിയിൽ വീഴ്ത്താനും പറ്റും. അത് നല്ല ബുംറ തെളിയിച്ചില്ല. അതോടെ കൂടി സഞ്ജു മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഈ ഒരു കൺസ്റ്റൻ്റ് ആയിട്ട് സഞ്ജു കളിക്കണം എന്നുള്ളൊരു ഫീലിട്ട് സഞ്ജുവിൻ്റെ ഗെയിമിനെ ചേഞ്ച് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം സഞ്ജു അയാളുടെ ലൈഫിൽ ഏറ്റവും പീക്ക് ഫോമിൽ നിൽക്കുന്ന ഒരു ടൈമാണ്, ഏറ്റവും പീക്ക് ടച്ചിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പം വൺ ഡേയിലൊക്കെ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഞ്ജു കുറച്ചുകൂടെ കൂടിയ സഞ്ജുവിൻ്റെ മൊമെൻറ്റം കീപ്പ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഷോർട്ട് സെലക്ഷൻ, ചില കളികളിൽ ഗംഭീര ഷോർട്ട് സെലക്ഷനാണ്, ചില കളികളിൽ അട്ടർ ഫ്ലോപ്പാണ് ഷോർട്ട് സെലക്ഷൻ കാര്യത്തിൽ. സഞ്ജു കുറച്ചുകൂടെ കൂടി ആ ഒരു സ്ഥലത്ത് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ചെന്നൈയും ബാധിക്കും, വ്യക്തിപരമായിട്ട് സഞ്ജുവിനെയും ബാധിക്കും എന്നുള്ളൊരു കാര്യത്തോട് കൂടി സഞ്ജുവിനെ നിർത്തി. തീർച്ചയായിട്ടും അത് ആ ഒരു സംഭവം അദ്ദേഹം മാറ്റട്ടെ. കാരണം ചെന്നൈ മാത്രമല്ല, നമ്മൾ കരുതുന്നത് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ നല്ല മത്സരങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ. അപ്പം തന്നെ ഇനി കഴിഞ്ഞ മത്സരത്തിലെല്ലാം തീർന്നു തോന്നുന്നു. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ KKR വേഴ്സസ് SRH ആണ് നടക്കാൻ പോകുന്നത്. അതിനകത്ത് സൺറൈസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തെത്താം, പഞ്ചാബിനെ മറികടന്നുകൊണ്ട് 15 പോയിന്റ് 1ാം സ്ഥാനത്തെത്താം. ഒരു മത്സരമേറെ ആയിരിക്കും. എന്നാൽ പോലും എന്താണ് ഒരു സാധ്യത പ്രതീക്ഷ? ഡെഫിനറ്റ്ലി SRH. കാരണം അവർ തുടക്കമൊക്കെ ഈ സീസണിലെ തുടക്കത്തിൽ ആക്ഷേപിക്കരുത്. ഇല്ല, ആക്ഷേപിക്കല്ല. പക്ഷെ SRH തുടക്കത്തിലൊക്കെ അവർ ശരിക്കും സ്ട്രഗിൾ അനുഭവിച്ചിരുന്നു. കാരണം അവർ കുറേ സീസണുകളിലായിക്കൊണ്ട് ഇപ്പം ഞാൻ പലതവണ നമ്മളിങ്ങനെ ആവർത്തിച്ചിട്ടുള്ളതാണ്, അവർ അക്ഷരത്തിൽ റൈഫിൾ ക്ലബ്ബാണ് എന്ന് പറഞ്ഞാൽ അവർ ഉള്ളൊരു മുഴുവൻ ഈ സീസണിലല്ല പല സീസണുകളിലായിട്ട് ഇവർ 300ലേക്ക് എത്തിക്കും ഈ സ്കോർ എന്ന് നമ്മൾ പലകുറി പ്രതീക്ഷിച്ചിട്ടുള്ളൊരു ടീമാണത്. സോ പിന്നെ SRHനെ നമുക്ക് ഇനി എന്തായാലും എഴുത്തള്ളാൻ കഴിയില്ല. KKRനെ പോലെ ഈ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ വേണമെങ്കിൽ ജയിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന ഒരു ടീമും SRH തമ്മിലുള്ള മത്സരത്തിലൊരു പ്രഡിക്ഷൻ ഒന്നും പോസിബിലിറ്റി ഇല്ല SRH അല്ലാതെ. എൻ്റെ ഹൃദയം കൽക്കത്തക്കൊപ്പവും സൺറൈസേഴ്സിനൊപ്പമാണ്. അപ്പോൾ എന്തായാലും SRH തന്നെയാണ്. കാരണം തുടർച്ചയായിട്ട് 5 മത്സരങ്ങൾ അവർ വിജയിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മുംബൈക്കെതിരായി 240+ ചേസ് ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ തീർച്ചയായിട്ടും അവർക്കുണ്ട്. അപ്പം തന്നെ ബാറ്റ് വന്നതിൻ്റെ ബൗളേഴ്സിൻ്റെ ഒരു ഗുണം നമ്മളറിയാം. കാരണം വലിയ രീതിയിൽ ആശങ്ക ആയിരുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്ക് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നേടിക്കൊടുക്കുന്നത്. സാക്കിബ് ഹുസൈൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ, നിതീഷ് കുമാർ റെഡ്ഡി ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്, ബൗളിംഗിൽ ഗംഭീരമായി കളിക്കുന്നു. ബാറ്റിൻ്റെ ഒരു തിരിച്ചുവരവ് അവർക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബാറ്റർമാരും ഗംഭീരമായി കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് SRHനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഒപ്പം തന്നെ കൊൽക്കത്തയും ഏറ്റവും അടിവാരത്തുനിന്ന് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പെർഫോമൻസ് 2 മത്സരത്തിൽ അവർ നടത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു സാധ്യതകൾ കാൽക്കുലേറ്ററുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴും സാധ്യതകളുണ്ട് എന്നുള്ളതും മുന്നിലുണ്ട്. നടക്കുന്ന 2ാമത്തെ മത്സരത്തിലെ ഗുജറാത്തും പഞ്ചാബും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ആരിസ, ഞാനിതിൽ പിന്നെ ഈ പഞ്ചാബിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പൊതുവെ വലിയ പരാതികൾ ഈ സീസണിലുണ്ട്. അവർ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോം ചെയ്യുന്ന സമയത്തും പല മത്സരങ്ങളിലും അവർക്ക് കളി കൈവിടാനുള്ള കാരണം പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതേസമയം ഗുജറാത്തിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സീസണിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ റബാഡയും സിറാജും ചേർന്ന് അവർക്ക് പവർ പ്ലേയിൽ കൊടുക്കുന്ന തുടക്കം പല മത്സരങ്ങളിലെയും വിധിയും ഗതിയൊക്കെ നിർണ്ണയിക്കാൻ പിന്നെ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ RCBയും ഇവരും തമ്മിലുള്ള പോരാട്ടത്തിൽ പോലും നമ്മൾ 2 ടീമിൻ്റെയും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പോരാട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ചേർന്ന് വെക്കുന്ന അപകടം, ഇപ്പുറത്ത് റബാഡയും സിറാജും റാഷിദ് ഖാൻ പോലുള്ള. സോ അവരുടെ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കുറച്ചുകൂടി ഫോമിലേക്ക് എത്തിയിരിക്കുന്ന, പിന്നെ സായും ഗില്ലും ഒക്കെ റിതം കണ്ടെത്തിയിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. സോ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഞാൻ കുറച്ചുകൂടി ഗുജറാത്തിന് ഇവിടെ സാധ്യത കാണുകയാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്തോട് വെച്ചിട്ട്. തീർച്ചയായിട്ടും ഗുജറാത്ത് ഇപ്പം കഴിഞ്ഞ 2-3 കളികളിലായിട്ട് തിരിച്ചൊരു നല്ല രീതിക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ബാറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ സായിയൊക്കെ നല്ല രീതിക്ക് ടച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യത കുറച്ച്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചാബിന് അവരുടെ ഈ ടൂർണമെൻറ്റിലുടനീളം അവർ എടുത്തൊരു മൊമെൻറ്റം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ജയം അനിവാര്യമാണ്.
അവരെന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ പോലും സാധ്യത കൂടുതൽ ഗുജറാത്തിന് തന്നെയാണ് നമ്മൾ കണ്ടുവരും. ഞാൻ പഞ്ചാബിനൊപ്പം നിൽക്കുകയാണ്. കാരണം തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നേടിക്കൊണ്ട് രാജസ്ഥാന് ഒരു കൊടുത്തു. അതിൽ നിന്ന് നല്ല രീതിയിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ലൊരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. മാത്രമല്ല അനായാസമായിട്ട് പ്ലേ ഓഫിലേക്ക് കയറണം. ഇനി ഒരു പരാജയം കൂടി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്ലേയേഴ്സിന് മൊത്തത്തിലൊരു സമ്മർദ്ദം ഉണ്ടാക്കും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി വിന്നോട് കൂടി തന്നെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും. മാത്രമല്ല വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു ഇതുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചാബിന് തന്നെയാണ് ഞാൻ ഒരു സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാവുകയാണ്. നമുക്ക് നോക്കാം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മത്സരത്തെക്കുറിച്ചുള്ള മുംബൈയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, ഒപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും ഉണ്ടാകും. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.